സംസ്ഥാനത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ്. പരസ്യ പ്രചരണം നാളെ വൈകിട്ട് 6 മണിക്ക് അവസാനിക്കും. 2 മാസം നീണ്ട പ്രചരണത്തിൽ ദേശീയ രാഷ്ട്രീയ വിഷയങ്ങൾക്ക് തന്നെയായിരുന്നു കൂടുതൽ ഊന്നലുണ്ടായിരുന്നത്. വെള്ളിയാഴ്ച കേരളം പോളിംഗ് ബൂത്തിലെത്തും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ വായന്തോട് ചേരുകയാണ്. വിജിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അഞ്ജന. വിജിൻ, തെരഞ്ഞെടുപ്പ് അവസാന ലാപ്പിലേക്ക് കടക്കുന്നു. ഇനി വെറും 3 നാൾ മാത്രമാണ് കേരളം വിധി എഴുതുന്നതിന് ബാക്കിയായിട്ടുള്ളത്. നമുക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാര്യം എടുത്തു നോക്കിയാൽ ദേശീയ നേതാക്കളടക്കം കേരളത്തിലെത്തി വലിയ രീതിയിലുള്ള പ്രചരണം നടത്തിയ സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിൽ വലിയ രീതിയിലുള്ള പ്രത്യാരോപണങ്ങളെല്ലാം തന്നെ രാഷ്ട്രീയ വിഷയങ്ങളിലെല്ലാം നമ്മൾ കണ്ടതാണ്. ഇതിനെല്ലാം തന്നെ വിധി എഴുതാൻ കേരളം ബാക്കി നിൽക്കുമ്പോൾ എന്താണ് ഏറ്റവും പുതിയ ട്രെൻഡ്? എങ്ങനെയാണ് സാഹചര്യം? എങ്ങനെയാണ്? തീർച്ചയായും അഞ്ജന, 2 മാസം നീണ്ടുനിന്ന പ്രചാരണ പ്രവർത്തനങ്ങൾക്കാണ് നാളെ അവസാനം കുറിക്കുക. എന്തായാലും നാളെ വൈകിട്ട് 6 മണിയോടുകൂടി ഈ 2 മാസം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ആവേശത്തിൻ്റെ കൊട്ടിക്കലാശത്തോടുകൂടി പ്രചാരണം അവസാനിക്കും. അതിനുശേഷം മറ്റന്നാൾ ഒരു ദിവസം നിശബ്ദ പ്രചാരണത്തിൻ്റെ ദിവസമാണ്. സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ വോട്ടുറപ്പിക്കാനുള്ള അവസാനഘട്ട ശ്രമം മറ്റന്നാളാണ് നടത്തുക. എന്തായാലും വെള്ളിയാഴ്ച കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. 20 മണ്ഡലങ്ങളിലെയും വാശിയേറിയ പോരാട്ടങ്ങൾക്കും പ്രചാരണങ്ങൾക്കും ഒടുവിലാണ് കേരളം മറ്റന്നാൾ വെള്ളിയാഴ്ച തിരഞ്ഞെടുപ്പിലേക്ക് കടക്കാൻ പോകുന്നത് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ തരത്തിലുള്ള ദേശീയ രാഷ്ട്രീയങ്ങൾ കേരളത്തിൽ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിന് നേതൃത്വം നൽകിയത് മുഖ്യമന്ത്രി തന്നെയായിരുന്നു. ദേശീയ തലത്തിൽ BJP സർക്കാർ, മോദി സർക്കാർ കഴിഞ്ഞ 10 വർഷമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വർഗീയ നിലപാടുകളും ഒപ്പം തന്നെ ജനദ്രോഹ നടപടികൾ, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം പൂർണ്ണമായും ഊന്നിക്കൊണ്ടായിരുന്നു LDFിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം അവസാന ദിവസത്തിലേക്ക് കടക്കുമ്പോഴും അത്തരത്തിലുള്ള ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുള്ള പ്രചാരണമാണ് LDF നേതാക്കൾ നടത്തുകയും ചെയ്തത്. ഏറ്റവും അവസാനം ദേശീയ നേതാക്കൾ ഉൾപ്പെടെ മിനിഞ്ഞാന്ന് ഉൾപ്പെടെ ഇന്നലെ സുഭാഷിണി അലി ഉൾപ്പെടെയുള്ള ആളുകൾ, ഒപ്പം തന്നെ പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, ഒപ്പം ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി എന്നിവർ എല്ലാം തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം സജീവമാക്കുന്നതിൽ ഇടപെടുകയും ചെയ്തു. അതുപോലെ തന്നെ മറ്റ് കോൺഗ്രസിൻ്റെയും BJPയുടെയും മുതിർന്ന നേതാക്കൾ ആദ്യഘട്ടത്തിൽ മോദി ഉൾപ്പെടെയുള്ളവർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെത്തി. അവസാന ഘട്ടമാകുമ്പോൾ ഈ പ്രകാശ് ജാവദേക്കറിൻ്റെ നേതൃത്വത്തിലും ഒപ്പം തന്നെ ഈ ഹിമന്ത ബിശ്വ ശർമ്മ ഉൾപ്പെടെയുള്ളവരെ ഒക്കെ രംഗത്തിറക്കിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് NDA ക്യാമ്പ് കടന്നു. കോൺഗ്രസ് അതുപോലെ തന്നെ ദേശീയ നേതാക്കളെ ഉൾപ്പെടെ P. ചിദംബരത്തെയും ഉൾപ്പെടെയുള്ള അത്തരം നേതാക്കളെയെല്ലാം എത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണ രീതി തന്നെ അവലംബിക്കുന്ന ഒരു കാഴ്ചയുണ്ടായി. ഇതിനിടയിൽ അഞ്ജന സൂചിപ്പിച്ചതുപോലെ തന്നെ വിവിധ വിവാദ വിഷയങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം എത്തി എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവാദം ഉണ്ടായിട്ടുള്ളത് അത് KK ശൈലജയ്ക്ക് എതിരെയായി ഉയർത്തിക്കൊണ്ടുവരുന്ന അശ്ലീല വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടാക്കി പ്രചരിപ്പിച്ച അത്തരം വിവാദങ്ങളിലേക്കായിരുന്നു കടന്നത്. അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. LDF ക്യാമ്പ് അക്കാര്യത്തിൽ ഇപ്പോഴും ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് ഇടത് സ്ഥാനാർത്ഥിക്കെതിരായി ഇത്തരം അശ്ലീല വീഡിയോ നിർമ്മിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തതിൽ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിൻ്റെ ഒക്കെ അറിവോട് തന്നെയാണ് ഇക്കാര്യം നടന്നിട്ടുണ്ടാവുക എന്ന കാര്യം ഊന്നിപ്പറയുന്നു. വടകര മണ്ഡലത്തിൽ വലിയ തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ചർച്ചയായി അത് മാറുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെ പലവിധ വിഷയങ്ങളും ഈ ദേശീയ രാഷ്ട്രീയത്തിന് ഒപ്പം തന്നെ ഉയർന്നു വരികയും ചെയ്തു തെരഞ്ഞെടുപ്പിൽ എന്നുള്ളതാണ്. അതിൽ പ്രധാനമായും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഏറ്റവും അവസാനം വരെ ഉയർത്തിക്കൊണ്ടുവന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ രീതി എന്ന് പറയുന്നത് CAA ഉൾപ്പെടെയുള്ള മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കും ഒപ്പം തന്നെ ക്രൈസ്തവർക്കും ഒക്കെ എതിരായി രാജ്യത്ത് BJP നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അക്രമം തന്നെ അതിൽ ഊന്നിക്കൊണ്ടുള്ള കഴിഞ്ഞ 10 വർഷത്തെ കൃത്യമായ ആ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണമായിരുന്നു. ഏറ്റവും അവസാനം നരേന്ദ്രമോദി നടത്തിയ വിവാദ മുസ്ലിം വിരുദ്ധ പരാമർശത്തിൽ ഉൾപ്പെടെ ഇന്നലെ വലിയ തരത്തിലുള്ള ശക്തമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. മോദിയുടെ പേരെടുത്ത ശക്തമായ വിമർശനമാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഉയർത്തിയത്. വർഗീയ ധ്രുവീകരണം നടത്താനാണ് മോദി ശ്രമിക്കുന്നത്. ഇതുപോലൊരു പ്രധാനമന്ത്രി ഒരു ഘട്ടത്തിലും രാജ്യത്ത് ഇത്തരത്തിൽ വർഗീയ മുതലെടുപ്പിന് ശ്രമം നടത്തിയിട്ടില്ല എന്ന കാര്യം വ്യക്തമാക്കിക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്കായിരുന്നു മുഖ്യമന്ത്രി അവസാന ദിവസമായ ഇന്നലെയൊക്കെ
കടന്നത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെയായിരിക്കും ഈ ദിവസങ്ങളിലും ഉയരുക. ഒപ്പം തന്നെ വിവിധ മത സാമുദായിക സംഘടനകൾ അവരുടെ നേതാക്കൾ ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായ രാഷ്ട്രീയം വ്യക്തമാക്കുകയും അവരുടെ നിലപാടുകൾ വ്യക്തമാക്കുന്നൊരു കാഴ്ചയും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സമസ്തയും ലീഗും തമ്മിലുള്ള വിള്ളലും അതുമായി ബന്ധപ്പെട്ട് സമസ്ത നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായ പ്രതികരണം ഉൾപ്പെടെയാണ്. ഉമർ ഫൈസി മുക്കം തന്നെ വ്യക്തമാക്കിയത് ഇടതുപക്ഷമാണ് വർഗീയതയെ BJPയെ ചെറുക്കാനുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കുന്നത്. അവർക്ക് മാത്രമേ ഫാസിസത്തെ തടയാൻ കഴിയൂ എന്ന കൃത്യമായ രാഷ്ട്രീയ നിലപാട് വിശദീകരിക്കുകയും ചെയ്തതോടെ ലീഗ് ഉൾപ്പെടെ UDFും വലിയ തരത്തിലുള്ള പ്രതിരോധത്തിലേക്ക് നീങ്ങി. നേരത്തെ PMA സലാമിൻ്റെ വിവാദ പ്രസ്താവന സമസ്ത ഈ ദക്ഷിണ കേരളത്തിൽ എവിടെയാണ് അത്തരത്തിൽ സമസ്തയുണ്ടോ എന്ന ചോദ്യം അവരെ വലിയ തരത്തിലുള്ള വിമർശനത്തിലേക്ക് കടക്കുകയും അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ നിലപാടുകൾ ആദ്യഘട്ടം മുതൽ സമസ്ത സ്വീകരിച്ചു വരുന്ന നിലപാട് പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉരുത്തിരിയുകയും ചെയ്തു. എന്തായാലും ഒപ്പം തന്നെ ഈ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ പല മതമേലധ്യക്ഷന്മാരും യാക്കോബായ സഭ ഉൾപ്പെടെ ഇടതുപക്ഷത്തിന് പൂർണ്ണമായും പരസ്യ പിന്തുണ പ്രഖ്യാപിക്കുന്ന നിലപാടുണ്ടായി. ലത്തീൻ കത്തോലിക്ക സഭ കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്തെത്തി. അവരുടെ ഫണ്ട് മരവിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ അത്തരത്തിൽ ഉള്ള ഒരു നടപടി സ്വീകരിച്ച കാര്യം വ്യക്തമാക്കിക്കൊണ്ട് ഈ കഴിഞ്ഞ ഞായറാഴ്ച പള്ളികളിൽ ആ സർക്കുലർ വായിക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്തു. ഇങ്ങനെ പലതരത്തിൽ കേന്ദ്ര സർക്കാരിനെതിരായ വലിയ വിമർശനങ്ങൾ ഉയർത്തിക്കൊണ്ട് വിവിധ മേഖലകളിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് പുറമെ ഈ സാമുദായിക സംഘടനകൾ കൂടി അത്തരം നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രചാരണ രീതിയും രാഷ്ട്രീയ സാഹചര്യവുമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഒപ്പം തന്നെ VD സതീശൻ ഉൾപ്പെടെ ഉള്ളവർ നടത്തിയ പ്രസ്താവനകളെ മുഖ്യമന്ത്രിക്കെതിരെ രാഹുൽ ഗാന്ധി വന്ന് മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ് എന്ന വിവാദ പ്രസ്താവന, അത്തരത്തിൽ ഒരു ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് മത്സരിക്കുമ്പോൾ ആ ഇന്ത്യ മുന്നണിയുടെ ആ സഖ്യത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഇടതുപക്ഷ പാർട്ടി നേതാവിനെതിരായി ഇത്തരത്തിലുള്ള പ്രസ്താവന കേന്ദ്ര സർക്കാരിന് ഒരു വടിയായി നൽകുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായി. ഇതിനെതിരെ വലിയ വിമർശനം രാജ്യത്ത് തന്നെ ഉയരുകയും ചെയ്തു. ഈ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന തന്നെ രാജ്യത്ത് ഉയർത്തിക്കാട്ടാനുള്ള ഒരു ശ്രമം ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പിനെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം BJPയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇങ്ങനെ പല വിഷയങ്ങളിൽ തട്ടിയുള്ള വലിയ തരത്തിലുള്ള ആവേശം നൽകുന്ന പ്രചാരണമായിരുന്നു. എന്തായാലും അവസാന ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണം കടക്കുമ്പോൾ ഈ റോഡ് ഷോകളിലേക്ക് കടക്കുകയാണ് സ്ഥാനാർത്ഥികൾ ചെയ്യാൻ പോകുന്നത്. ഇന്ന് തിരുവനന്തപുരത്ത് പന്ന്യൻ രവീന്ദ്രൻ റോഡ് ഷോ പാറശാല മുതൽ കഴക്കൂട്ടം വരെയുണ്ട്. അത് കഴിഞ്ഞ് വൈകുന്നേരം തീരദേശ മേഖലയിൽ റോഡ് ഷോ നടക്കും. ഒപ്പം തന്നെ മറ്റ് സ്ഥാനാർത്ഥികൾ എല്ലാം ഈ വാഹന പര്യടനം പൂർത്തിയാക്കി ഇത്തരത്തിലുള്ള വലിയ ഒരു ക്യാമ്പയിനുകളിലേക്ക് വലിയ തരത്തിലുള്ള ആവേശം വിതക്കുന്ന റോഡ് ഷോ ഉൾപ്പെടെയുള്ള പരിപാടികളിലേക്ക് പ്രചാരണ രീതിയിലേക്ക് കടക്കാൻ പോവുകയാണ്. എന്തായാലും നാളെ വൈകിട്ടോടുകൂടി കൊട്ടിക്കലാശത്തോടുകൂടിയാണ് പ്രചാരണം അവസാനിക്കുക. അത് 6 മണിയോടുകൂടി അവസാനിക്കും. 6 മണി കൃത്യസമയത്ത് തന്നെ പൂർണ്ണമായും പരസ്യ പ്രചാരണം അവസാനിപ്പിക്കാനുള്ള നിർദ്ദേശമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുള്ളത്. ഏകദേശം 5 മണിയോടുകൂടി തന്നെ എല്ലാ മണ്ഡലങ്ങളിലും പല കേന്ദ്രങ്ങളിലായി ഈ കൊട്ടിക്കലാശത്തിനുള്ള ഒരുക്കങ്ങൾ മുന്നണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. പല കേന്ദ്രങ്ങളിലായി ആവേശം വിതയ്ക്കുന്ന കൊട്ടിക്കലാശത്തോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാനിപ്പിക്കാൻ അവസാന ലാപ്പിൽ വോട്ടുറപ്പിക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് തന്നെയാണ് അവസാന ദിവസമായ ഇന്നും നാളെയും സ്ഥാനാർത്ഥികൾ കടക്കുക. അഞ്ജന. വിജയൻ, എന്തായാലും വളരെ വിശദമായി തന്നെയാണ് വിജയൻ കേരളത്തിലെ നിലവിലെ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തെ പറ്റി പറഞ്ഞത്. എന്തായാലും വെള്ളിയാഴ്ച കേരളം തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തിലേക്ക് കടക്കുമ്പോൾ സ്വാഭാവികമായും വിധി എഴുതാൻ വേണ്ടി പോകുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലെ വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ CAA അടക്കമുള്ള സംഘപരിവാർ അജണ്ടകൾ, കേരളത്തിലെ വികസന വിഷയങ്ങൾ, ഇവയെല്ലാം തന്നെ ചർച്ചയാകും എന്നത് തീർച്ചയാണ്.